നമസ്കാരം. രാജേഷ് അഞ്ചൽ ആണ്. ക്രിക്കറ്റാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വയറ് നിറഞ്ഞല്ല അല്ലേ? നമ്മുടെ ടീം ഇന്ത്യ അയർലൻഡിൽ പോയിട്ട് തകർത്ത് തരിപ്പണമാക്കി അല്ലേ? ആരെ? സ്വന്തത്താനെ തന്നെ സ്വന്തമായിട്ട് തന്നെ തരിപ്പണമായി. അയർലൻഡിനോട് ആദ്യത്തെ ഒരു കളി തോറ്റ് ചരിത്രം സൃഷ്ടിച്ചു ഇന്ത്യ. ഒരു കളി തോക്കട്ടെ, പിറ്റേ 2 കളിയുണ്ട്. രണ്ടാമത്തെ കളി ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. രണ്ടാമത്തെ കളിയും തോറ്റു. തുന്നം പാടി വന്നിരിക്കുന്നു നിൻ്റെ മോൻ. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യ അയർലൻഡിനെതിരെ ഒരു കളി മാത്രമല്ല പരമ്പര തന്നെ അടിയറ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ശ്രേയസ് അയ്യർ ആണ്. പിന്നെ അഗാർക്കറിനുമുണ്ട്, ഒരു പരിധിവരെ ഗംഭീറിനും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു കളിച്ചില്ലെങ്കിൽ ടീം തോക്കും. അത് വേറൊരു കാര്യം കേട്ടോ. സഞ്ജു എന്താണെന്നറിയത്തില്ല. ആദ്യത്തെ ബോള് കീപ്പർ ക്യാച്ചായി. പിന്നെ അടുത്ത രണ്ടാമത്തെ കളി LB ആയി. അത് അടിച്ച് കൈയിട്ട് കൊടുത്തതല്ല. പണ്ടത്തെ ന്യൂസിലൻഡ് പരമ്പരയിലെ കണക്ക് അടിച്ച് കയ്യിലിട്ട് കൊടുക്കുന്ന ഏർപ്പാടല്ല. ലക്കിയില്ല, അവൻ്റെ ദിവസമല്ല. സഞ്ജു കളിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ തോക്കും കേട്ടോ. 2 കളി കളിച്ചില്ല, 2 കളിയും തോറ്റു. പിന്നെ എന്താ പറയുക, ഏകദിനം കളിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് ടീമിലില്ലാത്ത ശ്രേയസ് അയ്യറിനെ ടീമിലേക്ക് കൊണ്ടുവന്നതും പോരാ, ക്യാപ്റ്റൻസിയും കൊടുത്ത് എല്ലാം സെറ്റാക്കി. എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് നല്ല അഴിച്ചുപണി ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പം സൂര്യവംശിയുടെ കളിയൊക്കെ ഈ നമ്മുടെ സഞ്ജു സാംസണും ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് കാണേണ്ടി വരും. ബെഞ്ചിലോ വീട്ടിലൊക്കെ ഇരുന്ന് കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. സഞ്ജുവിനെ എന്തായാലും അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയാൻ, സൂര്യകുമാർ തിരിച്ചു വന്നാൽ കൊള്ളായിരുന്നു. ഏത് പരമ്പരയിലാണ്? ഇംഗ്ലണ്ട് പരമ്പരയിൽ തിരിച്ചു വന്നായിരുന്നു കൊള്ളായിരുന്നു. തിരിച്ചു വരുമെന്നറിയത്തില്ല. ഒന്നുകൂടെയൊക്കെ ആഭ്യന്തരത്തിലൊക്കെ കറങ്ങി ഒക്കെ അടിച്ച് കയറി വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി കൊടുക്കുമായിരിക്കും. പക്ഷേ ഇത് നല്ല ക്യാപ്റ്റനായിരുന്നു. അല്ലെങ്കിൽ സഞ്ജുവിന് ക്യാപ്റ്റൻ കൊടുക്കാമായിരുന്നില്ല. OB ഇല്ലെങ്കിൽ സഞ്ജു ചെറുക്കന് ക്യാപ്റ്റൻസി കിട്ടുമായിരുന്നു. പക്ഷേ ഭയങ്കര നാണക്കേടായിപ്പോയി കേട്ടോ.